ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സാമാന്യം വലിയ സിനിമകളുടെ ഒരു വർഷമാണ്. ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റത് മൂലം കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് നിർത്തിവെച്ച വലിയ ക്യാൻവാസിലുള്ള സിനിമയായിട്ടുള്ള ടിക്കി ടാക്ക ഏതാണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ്, കള മുതലായ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള രോഹിത് VS ഒരുക്കുന്ന ഈ പടം വലിയ ബജറ്റിലാണ് വരുന്നത്. വാമിക ഗബ്ബിയാണ് പടത്തിലെ നായികയായിട്ട് വരുന്നത്. സപ്പോർട്ടിംഗ് കാസ്റ്റിൽ നസ്ലൻ, ലുക്മാൻ മുതലായവരുമുണ്ട്. ഈ പടത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് KGF ഫെയിം ആയിട്ടുള്ള രവി ബസ്രൂർ ആണ്. നിർമ്മാണത്തിൽ ബോളിവുഡിൽ നിന്ന് ടി സീരീസും പനോരമ സ്റ്റുഡിയോസും ഭാഗമാകുന്നുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആസിഫ് അലിയും ജസ് ജോയും ഒന്നിക്കുന്ന സിനിമ ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഈ പടത്തിൽ വിജയരാഘവനും ഒരു ഭാഗമാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതിനുശേഷം ആസിഫ് അലി ചെയ്യുന്ന സിനിമ ഹെലൻ എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള മാത്തുക്കുട്ടി സേവിയർ ഒരുക്കുന്ന ഒരു പീരിയഡ് സിനിമയിലാണ്. 70കളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന്റെ റൈറ്ററായിട്ടുള്ള വിമൽ ഗോപാലകൃഷ്ണന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് മിന്നൽ മുരളിയുടെ റൈറ്ററായിട്ടുള്ള അരുൺ അനിരുദ്ധനും കാതലിന്റെ റൈറ്ററായിട്ടുള്ള പോൾസൺ സ്കറിയയും ചേർന്നിട്ടാണ്. മധുര മനോഹര മോഹം എന്ന സിനിമയ്ക്ക് ശേഷം സ്റ്റെഫി സേവിയർ ഒരുക്കുന്ന സിനിമയിൽ ആസിഫ് അലി അഭിനയിക്കുന്നുണ്ട്. റോംകോം സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് ആ പടത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുള്ളത്.